بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد ആദരണീയരായ താജുൽ ഉലമ, മറ്റ് സാദാത്തുക്കളെ, ഖമറുൽ ഉലമ, മറ്റ് ഉലമാക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വെറും 2 ദിവസം കൊണ്ട് ഒപ്പിച്ചുണ്ടാക്കിയതാണ് ഈ പരിപാടി എന്ന് ബഹുമാനപ്പെട്ട തറയിട്ടാൽ ഹസൻ സഖാഫി നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ സഭ കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു മധ്യ കേരള ഉലമാ സമ്മേളനത്തിനേക്കാളും കൂടുതൽ ആലിമീങ്ങൾ ഈ കൊണ്ടോട്ടി ടൗണിലെ ഈ ചെറിയ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ കൊണ്ടോട്ടിക്കാരോടെങ്കിലും വന്ന് കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് ഉലമാ സമ്മേളനം വിജയിപ്പിച്ചു തരാൻ വേണ്ടി അയച്ചു തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ സമ്മേളനം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ച നമുക്ക് എന്തായാലും അവരെ സഹായിക്കാമായിരുന്നു. ഏതായാലും നമ്മുടെ ഉദ്ദേശവും നമ്മുടെ സന്ദേശവും ഒക്കെ എത്ര വലിയ എതിരാളികളാണെങ്കിലും അവരോട് സഹകരിക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് മേലിൽ നമ്മോട് സഹകരണം ആവശ്യപ്പെടാവുന്നതാണ്. സഹായിക്കും എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അവർകളെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവർകളെയും ഇവിടെ ഇരുത്തിക്കൊണ്ട് അവരോട് നമുക്ക് നമ്മുടേതായ വാഗ്ദാനം നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2-3 ദിവസം മുമ്പ് നിരന്തരം ടെലിഫോൺ വരികയാണ്. സനദിനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ഖസ്റജി കുടുംബമല്ലേ മുടി കൊടുത്തത്, ആ ഖസ്റജി കുടുംബം തന്നെയല്ലേ നിഷേധിക്കുന്നത്, വാപ്പാന്റെ പക്കല് അങ്ങനെ ഒരു മുടി ഉണ്ടായിരുന്നില്ല, ഞങ്ങളാരും തന്നെ അങ്ങനെ ഒരു വിഷയം പറയുന്നത് കേട്ടിട്ടുമില്ല, സ്വന്തം ജ്യേഷ്ഠൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഇനി AP വിഭാഗമായ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്നോടിപ്പോൾ വ്യക്തിപരമായി ചിലര് പ്രത്യേകം തന്നെ പറഞ്ഞു, നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ 2 വിദ്യാഭ്യാസവും കൂടിയുള്ള ആളുകള് ഇത്രയുമായിട്ടും ഈ AP എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. എനിക്കറിയില്ല ആരാ ഫോൺ ചെയ്തത് എന്ന് ശരിക്കും ചോദിച്ചതാ. ഞാൻ അവരോട് പറഞ്ഞു, 2 വിദ്യാഭ്യാസവും ദേശവും ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിർബന്ധമായും മനസ്സിലായത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും കൂടെയും നിന്നെങ്കിലേ ഈ ദുനിയാവിനെ കുറച്ച് വിഷമിച്ചാ പോലും ആഖിറം രക്ഷപ്പെടണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങളുടെ കാഴ്ചയിൽ 2 വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാഴ്ചയിൽ പിന്തിരിപ്പന്മാരാണ്, പഴമക്കാരാണ്, യാതൊരു പരിഷ്കാരവും ഇല്ലാത്തവരാണ് എന്ന് തോന്നുന്ന ഈ മഹാന്മാരുടെ പിന്നിൽ നിൽക്കുന്നത് എന്ന് മറുപടി പറയുകയുണ്ടായി. കൂട്ടത്തിൽ ഒരു മറുപടിയും കൂടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാടിന്റെ അനിയനാണോ ജ്യേഷ്ഠനാണോ ഇവര് എന്ന്. എന്നാലും ഞാൻ മറുപടി പറഞ്ഞു, അബൂദാബിയിലെ ഒരു ഖസ്റജിയുടെ ജ്യേഷ്ഠൻ എതിർത്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബം തന്നെ ഇതിനെ നിരാകരിച്ചു എന്നല്ലേ പറയുന്നത്. ഞാൻ എനിക്ക് വന്ന ടെലിഫോണിന് മുഴുവൻ പറഞ്ഞ മറുപടിയാണ്, മർക്കസിലെ മുത്തവ്വൽ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും പറഞ്ഞ മറുപടിയാണ്. ചെമ്മാട് വരെ പോയാൽ പോരെ, കൂരിയാട് വരെ പോയാൽ പോരെ, ഇത് പറഞ്ഞ ഡോക്ടർ ബഹാവുദ്ദീനെ പറ്റി സ്വന്തം കുടുംബക്കാരെന്താ പറയുന്നത് എന്ന് അവിടെ വരെ പോയി അന്വേഷിച്ചാൽ പോരെ? എന്നിട്ട് മതിയല്ലോ അബൂദാബിയിലെ ഷെയ്ഖിന്റെ കുടുംബത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ എന്ന് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറിയ പരിചയമുള്ളൂ, പക്ഷേ അൽഹംദുലില്ലാഹ് ഒരുപാട് കൂപ്പൺ എടുക്കാനുള്ള ക്യാഷുമായിട്ടാണ് നദവിയുടെ അനിയൻ ഇവിടെ വന്നത് എന്ന വിവരം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ അവർകൾ ഇവിടെ പ്രഖ്യാപിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അതുകൊണ്ടൊരു അപേക്ഷ വെക്കുകയാണ്, ഒരു 10-80 ആളുകൾ ഈ കൂപ്പൺ വാങ്ങിയവര് ഒന്ന് തിരിച്ചു കൊടുത്താൽ, തങ്ങൾ പാപ്പാന്റെ കയ്യിൽ അത് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള 40 കോടി അപ്പൊ വേഗം കിട്ടും. അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ അത് നന്നായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരു ഗൗരവമുള്ള വിഷയം.
സനദ് എവിടെ, അതിന്റെ രേഖ എവിടെ എന്നൊക്കെ ചോദിച്ച് അതിന്റെ പിന്നാലെ കൂടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ കുരുത്തക്കേട് പറ്റിയതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ദാറുൽ ഹുദയിലെ പരിപാടി അവസാനത്തെ ദിവസം വീക്ഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് പറയുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മർക്കസു സഖാഫത്തി സുന്നിയയാണെങ്കിലും സൈദിയയാണെങ്കിലും സയ്യിദ് മദനി അറബി കോളേജ് ആണെങ്കിലും ഇങ്ങോട്ട് പട്ടിക്കാടാണെങ്കിലും ഏത് കോളേജ് ആണെങ്കിലും സനദ് ദാന സമ്മേളനം നടത്തുമ്പോൾ ആ മുതഅല്ലിമീങ്ങൾക്ക് സനദ് വാങ്ങിപ്പോകുന്ന ആലിമീങ്ങൾക്ക് ഈ വലിയ സഭയുടെ ദുആ ഉണ്ടാകണം. അവരുടെ മുന്നിൽ വെച്ച് ഇത് കൊടുക്കുമ്പോൾ അതിന്റെ ബർക്കത്ത് ആ പണ്ഡിതന്മാർക്ക് ഉണ്ടാകണം എന്ന് കരുതി ഈ ലോകത്തുള്ള ഏതൊക്കെ സനദ് ദാനം നടത്തുന്ന സമ്മേളനങ്ങളുണ്ടോ ആ സമ്മേളനങ്ങളിലൊക്കെ സനദ് കൊടുക്കാറ് ഏറ്റവും കൂടുതൽ സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ഏറ്റവും കൂടുതൽ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ സമാപന സമ്മേളനത്തിലെ സ്റ്റേജിൽ വെച്ചാണ്. പക്ഷേ ഈ സനദിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ച് കരിച്ചു കളയണമെന്ന് വരെ പറഞ്ഞപ്പോൾ അവര് നേതൃത്വം നൽകുന്ന ദാറുൽ ഹുദയുടെ സനദ് ദാന സമ്മേളനത്തിന്റെ സമാപന ദിവസം അവിടെ വെച്ച് നടത്തിയ അനൗൺസ് ഞാൻ കേട്ടതുകൊണ്ട് പറയുകയാണ്. സനദ് കൊടുക്കുന്നത് നിങ്ങൾക്കൊക്കെ വലിയ ഒരു ശല്യമായിരിക്കും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ സ്വകാര്യമായി സനദ് കൊടുത്തു, ഇവിടെ വെച്ച് കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ദീനീ വിജ്ഞാന സ്ഥാപനത്തിൽ ബിരുദം കൊടുക്കുന്ന സ്ഥാപനത്തിൽ സനദ് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ശല്യമാകുമെന്ന് കരുതിക്കൊണ്ട് പൊതുപരിപാടിയിൽ ആ സനദ് മാറ്റിവെച്ച സംഭവം തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരൊറ്റ കാരണം ഈ സനദിനെ കുറ്റം പറഞ്ഞതിന്റെ ഗുരുത്തക്കേട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തതാണ്. ഒന്നുകൂടി ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പൊരുതി തന്നെ ഏറെക്കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരെന്തെങ്കിലും ഒരു വിഷയത്തിന് സംഭാവന ചെയ്താൽ അത് കൊടുത്തത് അല്ലെങ്കിൽ അത് വാങ്ങിയത് താജുൽ ഉലമയുടെ വലിയ കഠിന ശത്രുവാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ആലിമ് ചെന്ന് പറയുമോ, താജുൽ ഉലമ അങ്ങ് കൊടുത്ത സംഭാവന വാങ്ങിച്ചത് അങ്ങയുടെ വലിയ കൊടിയ ശത്രുവിനാണ്, അങ്ങ് അത് തിരിച്ചു വാങ്ങണം എന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആലിമ് പറയുമോ? ഒരിക്കലും പറയില്ല. കാരണം കൊടുത്ത സംഭാവന തിരിച്ചു വാങ്ങുന്നവന്റെ ഉദാഹരണവും അത് തിരിച്ചു വാങ്ങാൻ ഉപദേശം കൊടുക്കുന്ന ആലിമിന്റെ ഉദാഹരണം ഒന്ന് ഖുർആനിലാണ് പറഞ്ഞത്, മറ്റത് ഹദീസിലാണ് പറഞ്ഞത്. രണ്ടും വളരെ മോശപ്പെട്ട ഉദാഹരണമാണ്. നമ്മുടെ ആലിമിങ്ങൾക്കൊക്കെ അത് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തീർച്ചയായിട്ടും അല്ലാഹു തആലയുടെ വലിയ ഒരു ഖളാ ആണ് ഈ പരിപാടി. ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃകയാകണമെന്ന് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ശൈഖുനാക്കും നമ്മുടെ നേതാക്കന്മാർക്കുമൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരെന്തൊക്കെ പദ്ധതികൾ മനസ്സിൽ കാണുന്നുവോ അവരൊക്കെ പ്രതീക്ഷിച്ചതിലും ഉദ്ദേശിച്ചതിലും കൂടുതൽ വളരെ വലിയ വിജയമാക്കി അത് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ അവസരം അനുവദിച്ചതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി എല്ലാവരും ഇതുമായിട്ട് എല്ലാ നിലക്കും സഹകരിക്കണമെന്നും കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും ആഹ്വാനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.